ഈ അനുതാപത്തിനും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഹൗ ടു റിപ്പൻറ്റ്. റിപ്പൻറ്റ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. അനുദപിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പക്ഷെ എങ്ങനെ റിപ്പൻറ്റ് ചെയ്യും? അത് എന്താണ്? അവൻ പറഞ്ഞതുപോലെ അനുദപിക്കണം. അതാണ് വിഷയം. നമുക്കിഷ്ടമുള്ള അനുദപിക്കാൻ പറ്റത്തില്ല. അവൻ പറഞ്ഞത് എന്താണ്? കൽപ്പനകളാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് അനുദപിക്കണമെങ്കിൽ അവൻ നൽകിയിരിക്കുന്ന ഒരു ഫോർമാറ്റുണ്ട് അനുതാപത്തിൻ്റെ. എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ മറ്റൊരു ദൈവം നിനക്കുണ്ടാവും. അപ്പോൾ ഈ മറ്റൊരു ദൈവം ആരും ആകാം. ജാതികളുടെ ദൈവങ്ങളാണ് തന്നെ ആകണം നിർബന്ധമില്ല, ദൈവസങ്കല്പങ്ങൾ തന്നെ ആകണം നിർബന്ധമില്ല. നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്തോ അതാണ് നമ്മുടെ ദൈവം. ദൈവത്തിനല്ലാതെ നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുത്താലും അത് ദൈവമായിട്ട് മാറും. അതാണ് മറ്റൊരു ദൈവം എന്ന് പറയുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, മറ്റൊരു ദൈവം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പുറപ്പാട് 23. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. അപ്പം ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആര് വന്നാലും അത് ദൈവമായിട്ടാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത്. അത് കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. നമ്മളറിഞ്ഞ അത് ശരിക്കും ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇടവക പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ പാവത്തങ്ങളുടെ പള്ളിയിൽ പോലും നമുക്ക് അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയായി. എന്താ കാര്യം? കാറുള്ളവരെല്ലാം കാറ് കൊണ്ടുവന്നിട്ട് വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്നിടും. അത് ആ മാവിൻ്റെ ചോട്ടോട്ട് മാറ്റിയിടാൻ പറഞ്ഞാൽ മാറ്റിയിടത്തില്ല. ജനത്തിന് ഇടയ്ക്കേണ്ടതിനെ കൊണ്ടുവന്നിട്ടിട്ട് ഞാൻ ഈ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്ന് നാട്ടുകാരെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കാറും അത് കൊണ്ടുവന്നിട്ടുള്ള മനസ്സും എല്ലാം വേറൊരു ദൈവത്തെ കൊണ്ട് അവരെ സ്വാധീനപ്പെടുത്തി അതിന് അടിപ്പെട്ട് ജീവിക്കുകയാണ്. നമ്മൾ വേറൊരു സ്ഥാനക്കാര്യത്തിൽ ഇപ്പം ചിലർ പള്ളി വരുന്നില്ല. എന്തുകൊണ്ടാണ്? കാറില്ല, പള്ളി വരുന്നില്ല. കാലം മാറി. പണ്ടും മുണ്ടില്ല, അതുകൊണ്ട് പള്ളി വരുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഒരു 19 കൊല്ലത്തിന് മുമ്പ് അങ്ങനെ ഇടുന്നത്. എന്തുകൊണ്ടാണ് ചേർത്തി പള്ളി വരാത്തത്? ചട്ടയും മുണ്ടില്ലെന്ന് അപ്പം ചട്ടയും മുണ്ടും മേടിച്ചു കൊടുക്കും നമ്മൾ. ഇന്നങ്ങനെയല്ല, കാറില്ല അതുകൊണ്ട് പള്ളി വരുന്നില്ല. അങ്ങനെ ഉണ്ട്. വണ്ടിയില്ല, പള്ളി വരുന്നില്ല. ബൈക്കാണെങ്കിലും ഇപ്പോൾ വണ്ടിക്ക് വന്ന് നടന്നു വരാൻ പറ്റത്തില്ല. ഇതൊരു മറ്റൊരു ദൈവമായിട്ട് ഈ ബൈക്ക് വർക്കൗട്ട് ചെയ്യും. ചില സമയത്ത് വണ്ടിയില്ല അതുകൊണ്ട് പള്ളി വരുന്നില്ല, കുർബാനയ്ക്ക് വരുന്നില്ല. എന്തൊരു ബന്ധമാണെന്ന് നോക്കി. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഇപ്പം ചില പറയത്തില്ലേ, ഉടുത്ത സാരി കഴിച്ചിട്ടിട്ടുണ്ട്. എന്താ കാര്യം? അടുത്ത കൂട്ടുകാർ അല്ലെങ്കിൽ നാത്തൂൻ അല്ലെങ്കിൽ ബന്ധു
കൂട്ടുകാർ പള്ളിയിൽ വരുന്നില്ല, അവർ വരുന്നില്ലെങ്കിൽ പിന്നെ നീ എനിക്ക് കൂട്ടില്ല, ഞാൻ പോയില്ലെന്ന് പറയും. അത്ര റിലേഷൻ്റെ ഉള്ളു. ദൈവത്തിനേക്കാൾ വലുത് കൂട്ടുകാരിയായിട്ട് വന്നിരിക്കുകയല്ലേ. അതാണ് മറ്റൊരു ദൈവം എന്ന് പറയണത്. മറ്റൊരു ദൈവത്തിൻ്റെ വിളയാട്ടം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, വലിയ വിളയാട്ടമാണ്. ഇവരാരും ഉടമ്പടി ചെയ്യാൻ യാതൊരു ബാധ്യതയുമില്ല. ഇവർ ഉടമ്പടി ചെയ്യാൻ അധിക അവകാശമില്ല. ഉടമ്പടി ചെയ്യാൻ എന്താ കാര്യം? അവർ മറ്റൊരു ദൈവത്തെ, അത് ബന്ധുക്കളായിട്ടും സ്വന്തപ്പെട്ട വണ്ടിയായിട്ടും വീടായിട്ടും ഒക്കെ ഓരോ ആൾക്കാരെ സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ വടി കൊടുത്ത് അടിമടിക്കണ കക്ഷികളാണ്. ദൈവത്തിൻ്റെ അടുത്താണ് ഈ വിട്ടി വർത്താനൊക്കെ പറയണമെന്ന് ഓർക്കണം നിങ്ങൾ. അപ്പം തന്നെ കൗണ്ടഡ് ആകത്തില്ലേ? നിങ്ങളൊരു വയസ്സ് ജന്മമായിട്ട് ദൈവം കരുതത്തില്ലേ? മക്കളില്ലാത്തവർ എപ്പോഴും ശ്രദ്ധിക്കണം. മക്കളില്ലാത്തവരെയും അതുപോലെ തന്നെ വിവാഹം താമസിക്കുന്നവരും വീട് താമസിക്കുന്നവരും എന്തെങ്കിലും കാര്യങ്ങൾ താമസിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടും പ്രയത്നിച്ചും പ്രാർത്ഥിച്ചും ഒരു സംഭവം നേടിക്കഴിഞ്ഞാൽ നമ്മളറിയാതെ ഈ സംഭവം വീടോ നാടോ അല്ലെങ്കിൽ ഈ വീടോ വ്യക്തികളോ ദൈവത്തിൻ്റെ ഒരു അവതാരമായിട്ട് മാറും. അജ്ഞാതമായ അവതാരങ്ങൾ അനുദപിക്കുക എന്ന് പറയുമ്പോൾ ഈ അജ്ഞാത അവതാരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പാരൽ ഗോഡ്, അത് ഒരിക്കലും അതുമായിട്ട് നോക്കി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന വസ്തുക്കൾ, വ്യക്തികള്, രാജ്യങ്ങള്, ഇടങ്ങള്, വീടുകള് എല്ലാം നിരുപാധികമായി കർത്താവുമായി ജീവിക്കുന്നതിന്റെ പേരില് ഒഴിഞ്ഞു കൊടുക്കുവാൻ എന്റെ ആത്മാവിനെ കൃപയുടെ വികാസം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ, പരിശുദ്ധ പരമദൈവകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ കാനഡയിൽ ഇടിച്ചു നിൽക്കും, ചിലക്ക് ആസ്ട്രേലിയയിൽ ഇടിച്ചു നിൽക്കും. ഒരിക്കൽ കയറിയൊരു വൈറസാണ് ഈ ആസ്ട്രേലിയൻ വൈറസ്. കാനഡ വൈറസ് ഉണ്ട്. അതുപോലെ ഓരോ ആ രാജ്യത്തെ എങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി ഇവർ പഠിക്കണ കുഞ്ഞുനാൾ തന്നെ ആ രാജ്യത്ത് പോയാൽ ശരിയാകും. അപ്പം അതിനുവേണ്ടി മനസ്സ് ട്രെയിൻ ചെയ്ത്, ചിന്ത ട്രെയിൻ ചെയ്ത്, ശ്വാസം, അതുപോലെ ആലോചന എല്ലാം ചെയ്ത് ഇതൊരു മറ്റൊരു വൈറസായിട്ട് മറ്റൊരു ദൈവമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, അതല്ലേ ബൈബിളിൻ്റെ ഒരു സ്ട്രക്ചർ. എങ്ങനെ കർത്താവ് തിരുമനസ്സാണെങ്കിൽ നാളെ ഞങ്ങൾ ആ പട്ടണത്തിൽ പോകും. ഇവിടെ യാക്കോബ് ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുകൃപ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദ്യമായിട്ട് ഇവിടേക്ക് കടന്നു വരുന്നത്, എനിക്ക് 13 വർഷമായിട്ട് അർഷസിൻ്റെ രോഗമുണ്ടായിരുന്നു. അത് ബ്ലീഡിങ്ങോടുകൂടിയായിരുന്നു. രോഗം അങ്ങേയറ്റം മൂർച്ഛിച്ചപ്പോഴാണ് ഞാനിവിടേക്ക് വരുന്നത്. ഞാനിവിടെ വന്നിറങ്ങിയ ആ നിമിഷം തന്നെ എൻ്റെ അസുഖം എടുത്തു മാറ്റി, ബ്ലീഡിങ്. ഇപ്പം 6 വർഷമാകുന്നു, ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ ഞാൻ MSW പഠിച്ച് തമിഴ്നാട്ടിൽ പഠിച്ചിട്ട് 3 വർഷമായിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങാൻ പോകുമ്പോൾ എനിക്ക് ലഭിക്കത്തില്ല. എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനത് ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു. ഈ ഒരു കാര്യം ഞാൻ ഫാദറിനോട് പറഞ്ഞു. അപ്പം ഫാദർ അവിടേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഒരു പ്രശ്നമില്ല, ഒരു തടസ്സമില്ലാതെ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ അവിടേക്ക് പോയി. ഒരു തടസ്സമില്ലാതെ പെട്ടെന്ന് അന്ന് തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് ഓരോ സെക്ഷനിൽ നിന്നും ഫോർവേഡ് ചെയ്യുമായിരുന്നു. അന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. അതുപോലെ വീട്ടിൽ 36-37 വർഷമായിട്ട് വഴിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു വണ്ടി കയറി വരാനുള്ള സൗകര്യം ഇല്ല, നടന്നു പോകാനുള്ളതേ ഉള്ളൂ. അപ്പം വീട്ടിലാർക്കെങ്കിലും സുഖമില്ലാതായാൽ എടുത്തിട്ട് പോകേണ്ട അവസ്ഥയാണ്. അപ്പം നല്ല ദൂരവും ഉണ്ട് റോഡിലേക്ക്. അപ്പം ഞാനത് ഉടമ്പടിയിൽ വെച്ചതുപോലെ, ഞാൻ ഉടമ്പടിയിൽ വെച്ചത് ഇങ്ങനെയാണ്. ഇതുപോലെ വണ്ടി വരാനുള്ള സൗകര്യവും ഒരു സൈഡ് വാൾ കെട്ടണം എന്ന് വെച്ചതുപോലെ തന്നെ വഴി ലഭിക്കുകയും സൈഡ് വാൾ കെട്ടുകയും ചെയ്തു. അതുപോലെ എനിക്കൊരു ജോലിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വിദേശത്തേക്ക് പോകാനായിരുന്നു ആഗ്രഹം. ഇപ്പം 2011 ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും കോവിഡിൻ്റെ സമയം, അതിനാൽ എനിക്ക് അത് എൻ്റെ സാക്ഷ്യം അന്ന് പറയാനുള്ള അവസ്ഥയുണ്ടായില്ല. പിന്നീട് ഞാൻ വീണ്ടും പുതുക്കുമായിരുന്നു. അപ്പോൾ 2024 ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു. ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്ക് ഒരു ജോലിയുടെ കാര്യമായിരുന്നു വെച്ചിരുന്നത്. അത് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി ആദ്യത്തെ മാസം തന്നെ 10-25 വർഷം അറിയാവുന്ന ഒരു സുഹൃത്ത് യാദൃച്ഛികമായിട്ട് എന്നെ വിളിക്കുകയും ഇതുപോലെ പോളണ്ടിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറയുകയും അതിനുവേണ്ടി എല്ലാ പേപ്പർ വർക്കുകളും കഴിഞ്ഞു. അപ്പം അടുത്ത മാസം എൻ്റെ വിസയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ എൻ്റെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടുകയും ഉപ്പ് കഴിക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് എന്ത് കാര്യങ്ങൾക്ക് ഞാൻ മുന്നോട്ട് പോകത്തുള്ളായിരുന്നു. അതുപോലെ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന പത്രം ബസ് സ്റ്റാൻഡിലും ബസ്സിലും പൊതുമേഖലകളിലും എല്ലാം കൊണ്ടു നടന്ന് കൊടുക്കുമായിരുന്നു. ഒരുപാട് പേരെ ഞാൻ ഇവിടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുപോലെ സാമ്പത്തികമായിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്ക് തിരുക്കുമാരനും 1000 നന്ദി. இந்த திரு பலிபீடத்தின் முன் சாட்சி சொல்ல கிருபை செய்த இயேசு கிறிஸ்துவுக்கும் அன்னை மாதாவிற்கும் 1000 நன்றி கூறிக்கொள்கிறேன். என்னுடைய பெயர் செலின் ஃப்ளவர். நான் கன்னியாகுமரி டிஸ்ட்ரிக்ட் களிக்காவிளை நியர் பாரசாலை அங்கிருந்து வருகிறேன். நான் 2023 பிப்ரவரி மாதம் உடன்படி செய்து கொண்டேன். என்னுடைய மகன் இன்ஃபேன்ட் போஸ்கோ 2022 இருமலால் அவதிப்பட்டான். அவனை நான் திருநெல்வேலி டிஸ்ட்ரிக்ட் முதல் எர்ணாகுளம் டிஸ்ட்ரிக்ட் வரை உள்ள பெரிய ஹாஸ்பிட்டல்
எல்லாம் கொண்டு போய் அவனை பார்த்தேன். ஆனால் அவனுக்கு எந்த மருந்து கொடுத்தாலும் அது அவனுக்கு யூஸ் ஆகவில்லை. ஒரு நிமிடம் கூட அவன் இருமல் நீங்காது. காலை எழும்பின உடனே இருமுவான். ஸ்கூலுக்கு விடுவேன், சாயங்காலம் வருவான், இருமத் தொடங்குவான். அவன் இருமல் நிறுத்த வேண்டுமென்றால் அவனை நான் தூங்க வைக்க வேண்டும். சாயங்காலம் பிரேயர் ஜோமாலை சொல்லும் வேளையில் வருவான், இருமிக்கொண்டே இருப்பான். நான் அவனை படுக்க வைத்து அவன் தூங்குவான். இதே ரெகுலராக பண்ணிகிட்டே இருந்தான். ஆனால் அவனுக்கு மருந்து கொடுத்து அவனுக்கு வயிறு வலி தொடங்கியது. நான் இங்கே வந்து உடன்படி எடுத்த பிறகு தண்ணியில் உப்பு போட்டும் எண்ணெய் தொண்டைக்கு உள்ளும் பூசுவேன், வெளியையும் பூசுவேன். ஒரு ப்ரேயர் பண்ணி வந்தேன். அப்போது இங்கே வந்து உடன்படி எடுத்த 3 தினம் அவனுக்கு இருமலே இல்லை. அடுத்த தினம் முதல் ஜெபமாலை எப்போ சொல்ல ஆரம்பிக்கிறேனோ அப்போ இரும தொடங்குவான். உடனே நான் படுக்க வைப்பேன், தூங்கி விடுவான். இதே ரெகுலராக இருந்ததால் நான் பிறகு என்ன பண்ணுவேன் என்றால் ப்ரேயர் தொடங்க வேலை தூங்க வைக்க மாட்டேன். உடனே இவன் என்ன மரியாதை இல்லாத நிலைமைக்கு ஆகிப்போட்டான். இந்த பெரிய பிள்ளைங்க பேசு மாதிரி பேசுவான், என்ன சொல்லும் கேட்க மாட்டான். இப்படி கொஞ்ச நாள் அப்படி இருந்த பிறகு அவனுக்கு தலைக்குள்ளே ஏதோ பண்ணுது அப்படி சொல்லுவான். சொல்லிட்டு எங்கபடி இந்த குடிக்காரர் நடக்கும் மாதிரி நடக்கும். ரோட்டில் ஓடியானாலும் சரி, எங்கே டேஞ்சரஸ் பிளேஸோ அந்த பிளேஸில் தான் நடப்பான். நடந்துட்டு என்ன அடி கொடுத்தா கூட கேட்க மாட்டான். அந்த அளவு திமிராக நடப்பான். பிறகு ஆட்கள் கேட்பாவ, ஏன் இவன் இப்படி நடக்கிறான் என்று கேட்பாப்ப. விளையாட்டுக்கு நடக்கிறான். பஸ்ஸில் ஏறினா கமந்து தான் இருப்பான், நிமிர்ந்திருக்க மாட்டான். ஸ்கூட்டியில் கொண்டு போனால் கண் அடைச்சிட்டு இருப்பான். வெளியில் நிற்க ஆட்கள் பார்த்து சொல்லுவா, பிள்ளை தூங்கிட்டு இருப்பான், வண்டியை நிறுத்துன்னு சொல்லுவாங்க. என்னாலும் அவன் என்ன சொன்னேன், நான் இந்த உடன்படி தைலம் ப்ரேயர் நான் பிறகு லாஸ்ட்டில் நினைத்தேன், மாதாவிடம் ப்ரேயர் பண்ணினேன். மாதாவே, என்னுடைய உயிரையும் அவனுடைய உயிரையும் இயேசுப்பா உமது வலப்பக்கத்தில் சேர்த்துடலாம். அப்படி ஜோமாலை வர ஒப்பு கொடுத்தேன் இவனுக்காக. ஆனால் கடவுளே, உம்மை தவறி நான் சொல்லக்கூடாது. உமக்கு என்றைக்கு சுகம் தர விருப்பமோ அன்றைக்கு எனக்கு பிள்ளைக்கு சுகம் தர, ஆனால் அதை தாங்க வேண்டிய சக்தியை மட்டும் எங்களுக்கு தாரும் என்று நான் இடைவிடாது ப்ரேயர் பண்ணி கொண்டிருப்பேன். பிறகு அதனாக நாம் 2வது உடன்படி முதல் தடவை புதுப்பிக்க வந்தபோது அவனுக்கு ஒரு 90% சுகம் கிடைத்து விட்டது. அடுத்து அவன் போன மாதம் ஜூலை 10ஆம் தேதி ஸ்கூல் கிரவுண்டில் பாஸ்கெட் பால் விளையாடி கொண்டிருக்கும் போது கிரவுண்டில் விழுந்து தலை அடிபட்டது. அந்த மயக்க நிலையில் இருந்தான், ஞாபகம் கிடையாது. ஸ்கூலில் இருந்து அவனை ஹாஸ்பிட்டல் கொண்டு சென்றார்கள். அங்கே போன உடனே ஞாபகம் வந்தது. ஆனால் அரை மணிக்கூர் மட்டும்தான் அவனுக்கு ஞாபகம் இருந்தது. பிறகு ஞாபகம் இல்லை. 10 மணிக்கு நடந்தது, 4 மணி வரை. பிறகு அவன் ஞாபகமே வரவில்லை. பிறகு அவங்க சொன்னார்கள், வேறு ஹாஸ்பிட்டல் கொண்டு செல்லுங்கள் என்று. நாங்கள் அனந்தபுரி ஹாஸ்பிட்டலில் ஆம்புலன்ஸில் வரும்போது நான் மொத்தத்தில் அவன் ஜெபமாலை சொல்லிக்கொண்டே இருந்தேன். சொல்லிக்கொண்டிருந்துட்டு எனக்கிட்ட உடம்பலி தைலவும் இல்லை, உப்பும் இல்லை, ஒன்றும் இல்லை. அவங்க ஃபோன் பண்ணி நான் இங்கே வந்தது, நான் வெளியே நின்னேன். வீட்டிலிருந்து வந்ததுன்னா எடுத்துகிட்டு வர பார்த்தேன். ஆனால் பிறகு நான் மாதாவிடம் கேட்டேன், மாதாவே, எலிசபெத்தை சந்திக்க நீர் சென்றீரே, 3 மாதம் இருந்து அவருக்கு பணிவிடை புரிந்தீரே, என்னுடைய பிள்ளை இந்த ஆபத்தான நிலையில் இருக்கிறான், நான் ஹாஸ்பிட்டல் கொண்டு போய் அவங்க மருந்து செய்வதற்கு முன்னாடி என் பிள்ளைக்கு ஞாபகம் வர வேண்டும் என்று ப்ரேயர் பண்ணி இருந்தேன். ஆனால் கடவுள் அங்கு நான் சென்று டாக்டர்ஸ் எல்லாம் சீக்கிரம் அந்த டெஸ்ட் இந்த டெஸ்ட் அப்படி எடுத்துகிட்டே இருந்தாவ. ஆனால் ஒரு 5 மினிட் இருக்கும், அவன் எழும்பி உட்கார்ந்தான். படுக்கையில் உட்கார்ந்துட்டு ஒரு டயர்டோ ஒன்றும் இல்லை, ஒரு நல்ல அவன் அப்படி இருந்தான்னு உள்ள நிலைமை கூட இல்லாமல் நல்ல முறையில் இருந்தான். பிறகு அவங்க MRI ஸ்கேன் EGG எல்லாம் எடுத்த போது அவனுக்கு ஒரு ப்ராப்ளமும் இல்லை என்று அவனை விட்டார்கள். அன்னை மாதாவும் இயேசு கிறிஸ்துவும் செய்த எல்லா நன்மைகளுக்கும் 1000 நன்றி கூறுகிறேன். 2வது, என்னுடைய மூத்த மகன் +2 தேர்வு மீடியமாக படித்து கொண்டிருந்தான். +2 தேர்வில் நல்ல மதிப்பெண் பெற வேண்டும் என்று நான்
உடன்படி செய்திருந்தேன். அதன்படி அவன் +2 தேர்வில் நல்ல மதிப்பெண் பெற்று காலேஜிலே, நான் ப்ரைவேட் காலேஜில் டொனேஷன் கொடுத்து விட்டிருந்தேன். என்னால் அவனுக்கு எய்டட் காலேஜில் அவனுக்கு அட்மிஷன் கிடைத்து விட்டது. நான் டொனேஷன் கொடுத்த அமௌண்ட்டு கூட கடவுள் எனக்கு அதை திரும்ப தர செய்தார். அடுத்தபடியாக எனக்கு மூக்கில் ஒரு கொப்பளம் போல வந்தது. நான் உடன்படி தைலம் பூசி வந்த வேளையில் ஒரு 1.5 மாதம் வரை பூசி வந்தேன். ஆனால் வித்தியாசம் இல்லை. ஆனால் நல்ல வலி. நான் ஒரு நாளைக்கு மாதாவே, இவ்வளவு நான் ப்ரேயர் பண்ணியும் எனக்கு இது சுகமாகவில்லையே. அப்போ இன்றைக்கு 5 மணிக்கு நான் ஹாஸ்பிட்டல் போவேன். அப்போது எனக்கு அதுக்குள்ளே எனக்கு சுகந்தாருங்க, எனக்கு ஒரு அற்புதம் செய்யும், நான் சாட்சியாக வாழ எனக்கு வழி காட்டும் என்று கேட்டேன். அதுபடி நான் 4 மணிக்கும் பார்த்த வேளை அந்த கொப்புளம் அப்படியே இருந்தது. ஆனால் 5 மணிக்கு நான் பார்த்த வேளையில் கொப்புளம் இருந்த இடமே எனக்கு தெரியவில்லை. இவ்வளவு உதவிகள் செய்த இயேசு கிறிஸ்துவுக்கும் அன்னை மாதாவுக்கும் 1000 நன்றிகள் கூறிக்கொள்கிறேன். நான் ஹெல்ப் பண்ணுவது என்னவென்றால், யார் என்னிடம் வந்து எந்த உதவி கேட்டாலும் அதை செய்ய மறக்க மாட்டேன். பண உதவியானாலும் சரி, எதானாலும் எது கேட்டாலும் செய்வேன். யாராவது நோய்வாய்ப்பட்டிருந்தாலோ கஷ்டப்பட்டிருந்தாலோ அவர்களுக்காக കണ്ണീർ വിട്ട് അഴുത് അവങ്ങൾക്കാக വേണ്ടുതൽ ചെയ്യുവേൻ. 2022 ജൂൺ 26-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ 2ാം പ്രാവശ്യമാണ് ഈ വിശുദ്ധമായ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ലിംസി റോഡ്രിക്സ്, കാടൂറ്റിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡാണിത്. മെയ് 3-ാം തീയതി വെളുപ്പിന് 2:30-ക്ക് പെട്ടെന്ന് ശ്വാസതടസ്സം ഉണ്ടാവുകയും കഴുത്തിൻ്റെ ബാക്കിൽ വേദന ഉണ്ടാവുകയും ചെയ്തു. പല അസ്വസ്ഥതകളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഗ്യാസാണെന്ന് വിചാരിച്ചു ഇരുന്നു. ജീരക വെള്ളമൊക്കെ കുടിച്ചു ഇരുന്നിട്ട് പിന്നെ അസ്വസ്ഥതകളുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് നെറ്റത്ത് കുരിശ് വരയ്ക്കുകയും നാവിൽ കൊടുക്കുകയും ചെയ്തു. പെട്ടെന്ന് അസ്വസ്ഥതകൾ കുറഞ്ഞ് ആളുടെ ശ്വാസതടസ്സം മാറി പെട്ടെന്ന് ആൾ ഉറങ്ങുകയും ചെയ്തു. ഉറങ്ങി നേരം വെളുക്കുന്നത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകാൻ എഴുന്നേറ്റപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ട്. ഞാൻ അടുത്തുള്ള ക്ലിനിക്കിൽ പോയി ഒന്ന് ECG ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ബൈക്കിന് ആൾ പോയി ECG എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരിയ വേരിയേഷനാണ്, നല്ല വേരിയേഷനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴും ECG എടുത്തപ്പോൾ നല്ല വേരിയേഷനുണ്ട്, ആൻറ്റിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ആൻറ്റിയോഗ്രാം ചെയ്തപ്പോൾ 2 ബ്ലോക്ക് ഉണ്ട്. അതിലൊന്ന് ഭയങ്കര സീരിയസ് ആണ്, എമർജൻസി ആയിട്ട് ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറയുന്നു അതൊരു മിറാക്കിളാണ്. 5% മാത്രമേ ഉള്ളൂ ആൾക്ക് ഇത് ഹാർട്ടിൻ്റെ പമ്പിങ്. പക്ഷേ ആൾ തന്നെ ബൈക്ക് ഓടിച്ചിട്ട് ക്ലിനിക്കിൽ പോവുകയും ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നെ ചെയ്തു. പക്ഷേ അതൊരു മിറാക്കിളാണ്. എന്തുകൊണ്ടും അത് ആൾക്ക് നല്ലൊരു പവർ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇത്രയും നേരം വരെ ആൾ 2:30-ക്ക് വന്നിട്ട് 10:30-ക്കാണ് ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അതുവരെ ആൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്തു, ഒരു കുഴപ്പമില്ലാണ്ട്. ഇനി ഒരു ബ്ലോക്ക് കൂടി ഉണ്ട്, അത് നോർമലായിട്ട് മരുന്നുകൊണ്ട് മാറുമെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല. അത് മാതാവിൻ്റെ ഉടമ്പടി തൈലത്തിൻ്റെ ഒന്നുകൊണ്ട്, ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം, അത്ഭുതം കൊണ്ട് മാത്രമാണ് എൻ്റെ ഭർത്താവ് ഇന്നിവിടെ നിൽക്കുന്നത്. യേശുവേ സ്വസ്തേശ്വേ നന്ദി. പിന്നെ എൻ്റെ മകന് കാനഡയിലേക്ക് പോയത് റൂം ബുക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയിരുന്നത്. പക്ഷേ 20-ാം തീയതി പോയി, 29-ാം തീയതിയാണ് ഒരു ക്ലാസ് തുടങ്ങുന്നത്. 1-ാം തീയതിക്ക് റൂമുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ ചെന്ന് വേറെ ഒരു സ്ഥലത്ത് പോയാണ് ആൾ താമസിച്ചിരുന്നത് ആ ഒരാഴ്ചയിലും.
പിന്നെ 28-ാം തീയതി അവിടെ എത്തണം. അപ്പോൾ റൂം എങ്ങനെയും ശരിയാക്കി തരാമെന്ന് അവിടുത്തെ ഓണർ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഓണറിനെ എപ്പോഴും വിളിക്കുമ്പോഴും റൂം കാലിയായിട്ടില്ല, ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ 29-ാം തീയതി ക്ലാസ്സിൽ പോകണം. 300 കിലോമീറ്ററോളം ദൂരെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ മോൻ സങ്കടപ്പെട്ടു. ഞാൻ ചെന്നിട്ട് അവിടെ വഴിയിൽ പോയി നിൽക്കാൻ പോകണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വഴിയിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല, നീ അവിടെ നിന്നാൽ മതി, മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടുകുത്തിയിരുന്ന് കൊന്തച്ചേലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് 28-ാം തീയതി രാത്രി, അവർക്ക് രാത്രി 11 മണിയായപ്പോഴേക്കും ഓണർ വിളിച്ചിട്ട് പറഞ്ഞു,